പ്രവാസ ലോകത്തെ വാർത്തകൾ. ലക്ഷ്യത്തിലേക്ക് കുതിച്ച് ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ. നമുക്കറിയാം, ഇന്ത്യയും UAEയും തമ്മിൽ എല്ലാ കാലത്തും നല്ല സൗഹൃദവും സഹകരണവും വ്യാപാര ധാരണകളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിപ്പോൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ. 6 മാസത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപാരം $3760 കോടി എത്തി. ഇന്ത്യ UAE എണ്ണ ഇതര വ്യാപാരം 33% വർധന രേഖപ്പെടുത്തി. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച ശക്തമാക്കാൻ ധാരണയായി. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും UAE മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദിയും മുംബൈയിൽ വ്യാപാര പ്രമുഖരുമായി നടത്തിയ യോഗത്തിലാണ് സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചത്. സെപ കരാറിന്റെ വ്യവസ്ഥകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം ശക്തിപ്പെടുത്താനാണ് നീക്കം. കരാറുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സ്, കൃഷി, ആരോഗ്യ സംരക്ഷണം, ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. 2030 $10,000 കോടി എണ്ണ ഇതര വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു തിരിച്ചറിവ് കേൾക്കണോ? താരിഫുകളും നികുതികളും ഇല്ലെങ്കിൽ US നാശത്തിലേക്ക് നീങ്ങും എന്നാണ് അദ്ദേഹം പറയുന്നത്. US അപ്പീൽ കോടതിയുടെ വിധിക്കെതിരെ ആഞ്ഞടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തുകയായിരുന്നു. നികുതികൾ റദ്ദാക്കിയാൽ അമേരിക്ക തകരുമെന്ന് ട്രംപ് പറഞ്ഞു. താരിഫുകളും നികുതികളും ഇല്ലെങ്കിൽ രാജ്യം നാശത്തിലേക്ക് നീങ്ങുമെന്നും നിരവധി നിക്ഷേപങ്ങൾ റദ്ദാക്കപ്പെടുമെന്നും ട്രംപ് വ്യക്തമാക്കി. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. താരിഫില്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചു നീക്കപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്ക 3ാം ലോകരാഷ്ട്രമായി മാറും, സമയം അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു. വിധി പ്രഖ്യാപിച്ച പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരും തീവ്ര ഇടതുപക്ഷമാണെന്നും ട്രംപ് ആരോപിച്ചു. അതേസമയം വിധിയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ പാനലിലെ ജഡ്ജിയെ അഭിനന്ദിച്ചു. ജഡ്ജിയുടെ ധൈര്യത്തിന് നന്ദി പറഞ്ഞ ട്രംപ് അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായി പറഞ്ഞു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ട്രംപിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള US അപ്പീൽ കോടതിയുടെ വിധി. ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫുകൾ നിയമവിരുദ്ധമാണെന്നായിരുന്നു അപ്പീൽ കോടതിയുടെ വിലയിരുത്തൽ. താരിഫ് ചുമത്താൻ ട്രംപിന് നിയമപരമായി അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. GCCയിലെ ഏത് രാജ്യത്ത് ഗതാഗത നിയമം ലംഘിച്ചാലും പിടിക്കപ്പെടും. ഏകീകൃത സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരും. GCC രാജ്യങ്ങൾക്കിടയിലെ ഗതാഗത നിയമലംഘനങ്ങളുടെ വിവരങ്ങൾ കൈമാറാൻ ഏകീകൃത സംവിധാനം വരുന്നു. ഈ പദ്ധതിയുടെ 95% പൂർത്തിയായി. ഏത് GCC രാജ്യത്ത് ഗതാഗത നിയമം ലംഘിച്ചാലും അക്കാര്യം ഉടനടി ഡ്രൈവർക്ക് റെസിഡൻസി അവകാശമുള്ള രാജ്യത്തെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ചെയ്യപ്പെടും. ഡ്രൈവർ ഏത് രാജ്യത്തെ താമസക്കാരനാണോ ആ രാജ്യത്ത് തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനും കഴിയുമെന്നതാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനത്തിനെത്തുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും അവർ സന്ദർശിക്കുന്ന രാജ്യത്ത് ഗതാഗത നിയമം ലംഘിച്ചാൽ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ വാഹന ഉടമകളെ പ്രേരിപ്പിക്കുന്നതാണ് ഏകീകൃത ഗതാഗത ലംഘന സംവിധാനം. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബഹ്റിനിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് OK to board സന്ദേശം ആവശ്യമില്ലെന്ന് എയർ ഇന്ത്യ. സെപ്റ്റംബർ 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. സെപ്റ്റംബർ 1 മുതലാണ് ബഹ്റിൻ യാത്രക്കാർക്ക് OK to board സന്ദേശം ആവശ്യമില്ലെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് ബഹ്റിനിലേക്കുള്ള വിസയുടെ വിവരങ്ങൾ ഇനി മുതൽ ഓൺലൈനായി പരിശോധിക്കാവുന്നതാണ്. തൊഴിൽ വിസയും കുടുംബ വിസയും ബഹ്റിൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ്സൈറ്റിലൂടെയും സന്ദർശക വിസകളും ഫാമിലി വിസകളും വിസ വെബ്സൈറ്റിലൂടെയും പരിശോധിക്കാം. വീട്ടുജോലിക്കാർക്കുള്ള വർക്ക് പെർമിറ്റും ബഹ്റിൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി വെബ്സൈറ്റിൽ ലഭ്യമാകും. യാത്രക്കാർ വിസയുടെ പ്രിന്റൌട്ട് കൈവശം വയ്ക്കണമെന്നും ചെക്ക് ഇൻ കൗണ്ടറുകളിലും എമിഗ്രേഷൻ കൗണ്ടറുകളിലും അവ കാണിക്കണമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.